ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ട് കുറച്ച് ആളായി ഞാൻ കണ്ടിട്ടുമില്ല വീഡിയോ ഇട്ടിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നത് പഴയ ക്രിസ് പാറ്റ് ഒന്നും ഇല്ല എന്നാണ് അറിഞ്ഞത് Dr. Henry Loomis, this is Zora Bennett, our mission specialist. Sorry, what mission? This would be a medical breakthrough that could save countless lives. It comes from Scarlett the largest Johansson dinosaurs on ആണ് the മെയിൻ planet. ക്യാരക്ടർ Fortunately for us, all these species exist in one isolated place. Can you be ready tomorrow? I can guarantee your safety. I mean, more or less. More or less? ഒരു ടോൺ മാറ്റാനുള്ള പരിപാടിയിലാണ് He's your guy? We're the best at moving things and people in and out of places they shouldn't be. We look towards Barbados, Yeah, those are badass avoid things. government patrol, but there aren't that many anymore. Why's that? No one's dumb enough to go where we're going. This island was the research facility for the original Jurassic Park. We need DNA from the 3 biggest dinosaurs. Do we have to get a sample from an egg? I suppose we could try and get it from the parent, but they're a flying carnivore the size of an F-16. Maybe we should make it quick. These dinosaurs were too dangerous for the original park. Please don't say they're raptors. They're raptors. The worst of the worst were left here. We put ourselves in a place we don't belong. Survival is a long shot. What the hell are those? They're helping the mosasaur defend territory, stalk, hunt. None of what you just said is good. വേൾഡിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് പറഞ്ഞു തീർന്നില്ല ഇൻ ജൂലൈ ജുറാസിക് വേൾഡ് റീബർത്ത് അപ്പോൾ ക്രിസ് പാറ്റിനെ മാറ്റിയിട്ട് സ്കാർലറ്റ് ജൊഹാൻസൺ ആണ് മെയിൻ ക്യാരക്ടർ പ്രാവശ്യം ഇത് നമ്മുടെ ഒറിജിനൽ ജുറാസിക് പാർക്ക് പണ്ടത്തെ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്ക് അവര് റിസർച്ച് ചെയ്ത വേറൊരു സ്ഥലം വേറൊരു ഐലൻഡ് അത് അപ്പൊ അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡൈനോസേഴ്സ് കാണുമായിരിക്കും അപ്പൊ ആ സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും അന്ന് കണ്ടതിനേക്കാളും വിഷയം ഡൈനോസേഴ്സ് ഒക്കെ കാണും ഇപ്പൊ പുതിയ കുറെ ഡൈനോസേഴ്സ് ഉണ്ട് ഒരു വേറൊരു ഡൈനോസറിനെ പറ്റി പറയുന്നുണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആണ് വേസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ലെഫ്റ്റ് ഇയർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ടറിയാം സത്യത്തിൽ സ്കാർലറ്റ് ജൊഹാൻസൺ വന്നപ്പോൾ ഇനി ജുറാസിക് വേൾഡിന്റെ ആ ഒരു ടോൺ അങ്ങ് മറന്നു വെക്കാം ക്രിസ് പാറ്റിന്റെ ആ ഒരു ടോൺ അങ്ങ് മറന്നു വെക്കാം നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു വൈബ് സൈഫൈ മൂവി തീമിലാണ് പൊക്കോണ്ടിരുന്നത് ഇനിയിപ്പോ മിക്കവാറും ഒരു ഇന്ത്യാന ജോൺസ് മോഡായിരിക്കാം എനിക്ക് തോന്നുന്നു ഇതും ട്രയോളജി ആക്കാൻ നല്ല ചാൻസ് ഉണ്ട് ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതൊരു ട്രയോളജി ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ട്രെയിലറിൽ കുറെ അടിപൊളി സീൻസ് ഉണ്ട് കേട്ടോ ഇത് മിക്കവാറും ഐമാക്സിലുണ്ട് അപ്പൊ ഐമാക്സിൽ ഈ സീൻസ് ഒക്കെ ജില്ല നിൽക്കും പണ്ടത്തെ ജുറാസിക് വേൾഡിന്റെ ആ ഒരു മറ്റേ പൂളിനകത്തുനിന്ന് ഈ മറ്റേ സാധനം പൊങ്ങി വരുന്നുണ്ടല്ലോ സെയിം റെഫറൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് അല്ലാതെ വേറെ കുറെ സീൻസും ഉണ്ട് എല്ലാം പൊളിക്കും തിയേറ്റർ ഇളക്കി മറിക്കും പക്ഷെ ഒരു സ്ക്രീൻ പ്ലേയും ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു പിടുത്തം പോലെ ഇരിക്കും ബാക്കി എല്ലാം നടക്കുന്നത് എന്തായാലും ജൂലൈയിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം റിവ്യൂ പറയുന്നതായിരിക്കും അപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്തിന്റെ ട്രെയിലർ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം ഞാൻ ഇപ്പോഴാണ് കണ്ടത് സോറി ഇനി നമുക്ക് ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് അനൂപ് താങ്ക് യു